നമസ്കാരം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് പോസിറ്റീവ് എനർജി ആകർഷിക്കാൻ സഹായിക്കുന്ന ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രഭാത സമയം നിങ്ങളുടെ ഒരു ദിവസം മുഴുവൻ മനോഹരമാക്കാനും അതല്ലെങ്കിൽ പൂർണ്ണമായും നശിപ്പിക്കാനും കഴിവുള്ള അത്രയും ശക്തിയേറിയൊരു സമയമാണത്. നമ്മൾ രാവിലെ ഉണർന്നതിന് ശേഷം ആദ്യം ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതിനെ ആശ്രയിച്ചിരിക്കും ബാക്കി ദിവസം മുഴുവൻ നമ്മുടെ മാനസികാവസ്ഥയും എനർജിയും. നിങ്ങളുടെ മൂഡ്, നിങ്ങളുടെ ചിന്താഗതി, നിങ്ങളുടെ ഊർജം ഇവയെല്ലാം രൂപപ്പെടുത്തുന്നത് ഈ പ്രഭാതങ്ങളാണ്. നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ പ്രഭാതങ്ങൾക്ക് എക്കാലത്തും വലിയ പ്രാധാന്യമുണ്ട്. ധ്യാനം, പ്രാർത്ഥന, മറ്റ് ആത്മീയ കാര്യങ്ങൾ എന്നിവയ്ക്കായി നമ്മുടെ പൂർവികർ ഈ സമയം മാറ്റിവെച്ചിരുന്നു. ഈ ശീലങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അവ നമ്മളിൽ പോസിറ്റീവ് എനർജി നിറയ്ക്കാനും ജീവിതത്തിൽ ഒരു സന്തുലിതാവസ്ഥ കൊണ്ടുവരാനും സഹായിക്കുന്നു. ദിവസം മുഴുവൻ പോസിറ്റീവായിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുകൂലമായ ഊർജം ആകർഷിക്കാൻ സഹായിക്കുന്ന രാവിലെ എഴുന്നേറ്റയുടൻ ചെയ്യേണ്ട ചില ശക്തമായ ദിനചര്യകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരുക. ഏറ്റവും ആദ്യത്തേതും പ്രധാനപ്പെട്ടതുമായ ശീലം അതിരാവിലെ ഉണരുക എന്നതാണ്. അതും ബ്രഹ്മമുഹൂർത്തത്തിൽ. സൂര്യോദയത്തിന് ഏകദേശം 1.5 മണിക്കൂർ മുൻപുള്ള സമയത്തെയാണ് നമ്മൾ ബ്രഹ്മമുഹൂർത്തം എന്ന് വിളിക്കുന്നത്. അതിരാവിലെ ഈ സമയത്ത് എഴുന്നേൽക്കുന്നത് എന്തിനാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? കാരണം ഈ സമയത്ത് പ്രപഞ്ചത്തിലെ ദൈവിക ഊർജം അതിന്റെ ഏറ്റവും ഉയർന്ന തലത്തിലായിരിക്കും. ആത്മീയ പരിശീലനങ്ങൾക്കും പ്രാർത്ഥനകൾക്കും ഏറ്റവും അനുയോജ്യമായ അത്യന്തം ശക്തിയേറിയ സമയമാണിത്. ഈ സമയത്ത് നമ്മുടെ ചുറ്റുപാടും വളരെ ശാന്തമായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ മനസ്സും. അനാവശ്യ ചിന്തകളോ സമ്മർദ്ദങ്ങളോ കോലാഹലങ്ങളോ ഇല്ലാത്ത ഏറ്റവും പരിശുദ്ധമായ സമയം. പ്രപഞ്ചശക്തിയുമായി അല്ലെങ്കിൽ ഈശ്വരനുമായി ഏറ്റവും വേഗത്തിൽ ബന്ധപ്പെടാൻ കഴിയുന്ന സമയം കൂടിയാണിത്. ഈ സമയത്ത് ഉണർന്ന് നിങ്ങളുടെ ദിവസം ആരംഭിക്കുന്നത് ദിവസം മുഴുവൻ നിങ്ങൾക്ക് വലിയൊരു ഊർജം നൽകും. ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്നു കഴിഞ്ഞാൽ അടുത്തതായി ചെയ്യേണ്ടത് കൃതജ്ഞത അഥവാ നന്ദി പ്രകടിപ്പിക്കുക എന്നതാണ്. മനുഷ്യരായ നമ്മൾ എപ്പോഴും കിട്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നവരാണ്. എല്ലാം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മൾ പലപ്പോഴും പ്രപഞ്ചത്തോടും പ്രകൃതിയോടും സർവീശ്വരനോടും നന്ദി പറയാൻ മറന്നുപോകുന്നു. നമുക്ക് ചുറ്റുമുള്ള വായു, നമ്മൾ കുടിക്കുന്ന വെള്ളം, നമ്മുടെ ആരോഗ്യം, അങ്ങനെ സകലതും നമുക്ക് നൽകുന്നത് ഈ പ്രപഞ്ചമാണ്. അതുകൊണ്ട് രാവിലെ ഉണർന്നയുടൻ കിടക്കയിൽ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ച നല്ല കാര്യങ്ങളെ ഓർത്ത് നന്ദി പറയുക. നമ്മളോട് തിരിച്ചൊന്നും ചോദിക്കാതെ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരുന്ന ഈശ്വര ശക്തിയോട് ഹൃദയത്തിൽ തട്ടി നന്ദി പറയുക. എനിക്ക് ലഭിച്ച ഈ പുതിയ പ്രഭാതത്തിന് നന്ദി, എന്റെ ആരോഗ്യത്തിന് നന്ദി എന്ന് മനസ്സിൽ പറയുക. ഇത് നിങ്ങളുടെ ഉള്ളിലെ നെഗറ്റീവ് ചിന്തകളെ മാറ്റി അതിവേഗം പോസിറ്റീവ് എനർജി നിറയ്ക്കാൻ സഹായിക്കും. മൂന്നാമതായി, ധ്യാനം ശീലമാക്കുക. ദിവസവും ധ്യാനിക്കുന്നത് നമ്മുടെ മനസ്സിനെ വളരെ ശാന്തവും ക്ഷമയുള്ളതുമാക്കി മാറ്റാൻ സഹായിക്കും. വളരെ സങ്കീർണമായ ധ്യാനരീതികൾ ഒന്നും ചെയ്തില്ലെങ്കിൽ കൂടി വെറുതെ കണ്ണുകൾ അടച്ച് നിങ്ങളുടെ ശ്വാസോച്ഛ്വാസത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. വീട്ടിലൊരു ശാന്തമായ സ്ഥലം കണ്ടെത്തുക. അവിടെ സുഖമായി ഇരിക്കുക. ദീർഘമായി ശ്വാസം ഉള്ളിലേക്കെടുക്കുകയും പതുക്കെ പുറത്തേക്ക് വിടുകയും ചെയ്യുക. ഇതിലൂടെ നിങ്ങളുടെ മനസ്സ് ശാന്തമാവുകയും വികാരങ്ങൾ നിയന്ത്രിക്കപ്പെടുകയും ചെയ്യുന്നു. ഇന്നത്തെ തിരക്കുപിടിച്ച ലോകത്ത് നമ്മുടെ മനസ്സിന്റെ ബാലൻസ് നിലനിർത്താൻ ഇതിലും മികച്ച മറ്റൊരു ഔഷധമില്ല. ധ്യാനത്തിന് ശേഷം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന വളരെ ലളിതവും എന്നാൽ അതീവ ശക്തിയുള്ളതുമായ മറ്റൊരു കാര്യമാണ് നാമജപം. നിങ്ങൾ വിശ്വസിക്കുന്ന ദേവതയുടെ നാമം ബ്രഹ്മമുഹൂർത്തത്തിൽ ആവർത്തിച്ച് ജപിക്കുന്നത് അതിശയകരമായ ഫലങ്ങൾ നൽകും. അത്രയധികം പോസിറ്റീവ് വൈബ്രേഷൻസ് ആണ് ഈ നാമജപത്തിലൂടെ നിങ്ങളുടെ ചുറ്റും സൃഷ്ടിക്കപ്പെടുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ മാന്ത്രികമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഈ നാമജപത്തിന് കഴിയും. നമ്മുടെ മനസ്സിലെ എല്ലാ നെഗറ്റീവ് ചിന്തകളെയും ഇല്ലാതാക്കാനും അമിത ചിന്തകൾ കുറയ്ക്കാനും ഇത് സഹായിക്കുന്നു. ഉത്കണ്ഠയോ സ്ട്രെസ്സോ അനുഭവിക്കുന്ന ആളുകൾക്ക് നാമജപം വലിയൊരു ആശ്വാസമാണ് നൽകുന്നത്. ആ ശബ്ദതരംഗങ്ങൾ നമ്മുടെ ശരീരത്തിലെ എല്ലാ കോശങ്ങളെയും ഉണർത്തുന്നു. അഞ്ചാമതായി, സൂര്യന് അർഘ്യമർപ്പിക്കുക. പ്രഭാത കർമ്മങ്ങൾക്ക് ശേഷം സൂര്യോദയ സമയത്ത് ചെയ്യാവുന്ന വളരെ വിശിഷ്ടമായൊരു ചടങ്ങാണ് സൂര്യന് അർഘ്യമർപ്പിക്കുക.
അഥവാ സൂര്യന് ജലം സമർപ്പിക്കുക എന്നത്. ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ഊർജ്ജസ്രോതസ്സാണ് സൂര്യഭഗവാൻ. കുളിച്ചതിനു ശേഷം സൂര്യോദയ സമയത്ത് സൂര്യനെ നോക്കി ജലം അർപ്പിക്കുന്നത് നിങ്ങളുടെ ദിനചര്യയുടെ ഭാഗമാക്കുക. ഇത് ഭക്തിയുടെ മാത്രം കാര്യമല്ല, ഇതിനു പിന്നിൽ വലിയൊരു ശാസ്ത്രവുമുണ്ട്. സൂര്യപ്രകാശം നമ്മുടെ ദേഹത്തേൽക്കുന്നത് നമ്മളിൽ സൗരോർജം നിറയ്ക്കാൻ സഹായിക്കും. കൂടാതെ ഈ ശീലം നിങ്ങളുടെ ഇച്ഛാശക്തി വർദ്ധിപ്പിക്കുകയും നിങ്ങളുടെ ആത്മവിശ്വാസം വളരെയധികം ഉയർത്തുകയും ചെയ്യുന്നു. ഭഗവാൻ സൂര്യന്റെ അനുഗ്രഹം ലഭിക്കാൻ ദിവസം മുഴുവൻ ആക്റ്റീവായിരിക്കാനും ഈ ചടങ്ങ് നിങ്ങളെ സഹായിക്കും. ഇത്രയുമാണ് നമ്മുടെ പ്രഭാതങ്ങളെ മനോഹരമാക്കാനുള്ള, പോസിറ്റീവ് എനർജി ആകർഷിക്കാനുള്ള ചില പ്രധാന ശീലങ്ങൾ. രാവിലെ നേരത്തെ ഉണരുക, നന്ദിയുള്ളവരായിരിക്കുക, ധ്യാനിക്കുക, നാമജപം ചെയ്യുക, സൂര്യന് അർഘ്യമർപ്പിക്കുക. ഒറ്റ ദിവസം കൊണ്ട് നിങ്ങളുടെ ജീവിതം മാറിയേക്കില്ല. എന്നാൽ ഈ ശീലങ്ങൾ എല്ലാ ദിവസവും കൃത്യമായി പിന്തുടർന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന വലിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാൻ കഴിയും. കൂടുതൽ സമാധാനവും സന്തോഷവും വിജയവും നിങ്ങളെ തേടിയെത്തും. നാളെ രാവിലെ മുതൽ തന്നെ ഈ ശീലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ ശ്രമിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ ഒരു ദിവസം ആശംസിക്കുന്നു. നന്ദി.